കൊട്ടിക്കലാശത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി തിരുവനന്തപുരത്തേക്ക് ഇനി മലപ്പുറത്ത് ശിവദാസിലേക്ക് പോകാം. ശിവദാസ്, എങ്ങനെയാണ് മലപ്പുറത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ് കൊട്ടിക്കലാശം പുരോഗമിക്കുന്നത്? മലപ്പുറത്തെ ആവേശത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ കൊട്ടിക്കലാശം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ പ്രാദേശിക തലത്തിൽ മാത്രമാണ് ഇപ്പോൾ കൊട്ടിക്കലാശം നടക്കുന്നത്. അതായത് നഗര കേന്ദ്രീകൃതമായി ഉള്ള ഒരു കൂട്ടം വേണ്ട എന്നുള്ള കർശന നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാർഡുകളിലാണ് ഇപ്പോൾ കൊട്ടിക്കലാശം നടക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം BJPയുടെ നേതാവ് ശങ്കുട്ടി ദാസ് ചേരുന്നുണ്ട്. നമുക്ക് ചോദിച്ചറിയാം കാര്യങ്ങൾ. എത്രത്തോളം ഒരു പ്രചാരണം, എത്രത്തോളം ശക്തമായിരുന്ന ഒരു പ്രചാരണം NDAയുടെ എത്രത്തോളം സാധ്യതയാണുള്ളത്? തീർച്ചയായിട്ടും വളരെ വളരെ ആത്മവിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിശക്തമായിട്ടുള്ള പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കിവിടെ നടത്താൻ സാധിച്ചിട്ടുള്ളത്. ഇത്തവണ തീർച്ചയായിട്ടും ഈ വാർഡ് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നും ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിക്കുമെന്നും ഉറച്ച പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. കേവലം വോട്ട് വർദ്ധിപ്പിക്കാനോ ഇരട്ടിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല, ജയിക്കാൻ വേണ്ടി തന്നെയാണ് കേന്ദ്രീകരിച്ച് മത്സരിക്കുന്നത്. പലയിടങ്ങളിലും പൊന്നാനിയിലടക്കം പലയിടങ്ങളിലും രണ്ടാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. താനൂരിലും പൊന്നാനിയിലും അടക്കം ഒരുപാട് വാർഡുകളിൽ രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇത്തവണ അതെല്ലാം വിജയമായി മാറുമ്പോൾ ഇങ്ങനെ അത്രത്തോളം ഒരു ശക്തമായ പ്രചാരണമായി. കഴിഞ്ഞ തവണ പൊന്നാനിയിൽ 3 സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചു, 6 സ്ഥലത്താണ് ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് വന്നത്. ഇത്തവണ പൊന്നാനിയിലെ 8 വാർഡുകളിൽ ജയിക്കും എന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് BJPക്ക് ഉള്ളത്. പ്രത്യേകിച്ചും ഈ വാർഡ്, ഈ 16 വാർഡ് കഴിഞ്ഞ തവണ BJP 3-ാം സ്ഥാനത്ത് വന്ന വാർഡാണ്. ഇവിടെ CPM 1-ാം സ്ഥാനത്തും UDF 2-ാം സ്ഥാനത്തും BJP 3-ാം സ്ഥാനത്ത് വരുന്നു. എന്നാൽ ഇത്തവണ ഒറ്റയടിക്ക് വോട്ടുകൾ ഇരട്ടിയാക്കിക്കൊണ്ട് BJP 1-ാം സ്ഥാനത്തേക്ക് വരികയും ഈ വാർഡ് പിടിച്ചെടുക്കുകയും ചെയ്യും എന്ന് ഉറച്ച ബോധ്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ NDAയുടെ കൂടെയുണ്ട്, മലപ്പുറം ജില്ലയിൽ തന്നെയുണ്ട്. അത് എത്രത്തോളം സ്വാധീനിക്കും? ഈ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ വരെ ഫൈസൽ ഷാ എന്ന് പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥിയുണ്ട്. 2000-ഓളം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ മലപ്പുറം ജില്ലയിൽ എല്ലാ മുനിസിപ്പാലിറ്റികളിലും എല്ലാ പഞ്ചായത്തുകളിലും BJPക്ക് മുസ്ലിം സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ ഒരു വിഭാഗം ജനങ്ങളെ ബോധപൂർവം തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുത്തും തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിയും എല്ലാ കാലത്തും BJPയോട് മാറ്റി നിർത്താം, BJPയുടെ ഒരു ശത്രുക്കളായിട്ട് അവരെ എല്ലാ കാലത്തും പ്രതിഷ്ഠിക്കാം എന്നുള്ള 2 മുന്നണികളുടെയും വ്യാമോഹം തകർന്ന് തരിപ്പണമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണിത്. ഇവരുടെ എല്ലാ ദുഷ്പ്രചരണങ്ങളെയും തള്ളിക്കൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ BJPയോട് യാതൊരു ഐക്യവുമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് BJPയുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല BJPയുടെയൊക്കെ നേതൃസ്ഥാനങ്ങളിലേക്ക് പോലും എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു സംഭവം തെളിയിക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ് അദ്ദേഹം ശങ്കുട്ടി ദാസ് പറഞ്ഞതുപോലെ തന്നെ നിരവധി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളടക്കം ഇവിടെ സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുണ്ട്. ഇപ്പോൾ ഈ വാർഡിലെ സ്ഥാനാർത്ഥി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എത്രത്തോളം ശക്തമായിരുന്നു പ്രചാരണം, അതോടൊപ്പം എത്രത്തോളം വിജയസാധ്യതയുണ്ട്? 100% വിജയ സാധ്യതയോടുകൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നത്. നല്ല റെസ്പോൺസാണ് ആളുകളിൽ നിന്ന് കിട്ടിയത്. ഈ വിജയിക്കുന്നുള്ള പ്രതീക്ഷയിൽ തന്നെ. എന്തൊക്കെയാണ് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്? എന്തൊക്കെ വികസന പദ്ധതികളാണ് നമ്മുടെ മനസ്സിലുള്ളത്? നരേന്ദ്രമോദിയുടെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എനിക്ക് സാമൂഹ്യ സേവനമാണ് എൻ്റെ ലക്ഷ്യം. മാക്സിമം ജനങ്ങളിലേക്ക് ആ പദ്ധതികൾ എത്തിക്കുക, സമൂഹത്തിന് വേണ്ടി ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും പല ഇടങ്ങളിലും എത്തുന്നില്ല. അത്ര പദ്ധതികളെല്ലാം തന്നെ ജനങ്ങളിൽ എത്തിച്ചേരുന്ന പ്രവർത്തനം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അത് എത്തിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും അതുതന്നെയാണ് സ്ഥാനാർത്ഥിയും പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ ഇപ്പോൾ ഇടത് വലത് മുന്നണികൾക്ക് കഴിയുന്നില്ല. അത്തരം പദ്ധതികളൊക്കെ തന്നെ തങ്ങളെ വിജയിപ്പിച്ചാൽ എത്തിക്കും എന്നാണ് NDA സ്ഥാനാർത്ഥി പറയുന്നത്. ചില പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇവിടെ അത് ചെയ്യുമ്പോഴും അത് പേര് മാറ്റിയോ അല്ലെങ്കിൽ അത് തങ്ങളുടെ പദ്ധതി എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇടത് വലത് മുന്നണികൾ അത് തങ്ങളുടേതാക്കി മാറ്റുന്ന ഒരു പ്രവണതയുണ്ട്. ഇതെല്ലാം തന്നെ തുറന്നു കാട്ടും, കൃത്യമായി തന്നെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും എന്നാണ് സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ മറ്റ് NDA BJP നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. മാത്രമല്ല, നേരത്തെ ശങ്കുട്ടി ദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ അടക്കം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട നിരവധി സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ പ്രവർത്തകരും അടക്കം ഇപ്പോൾ NDAയോടൊപ്പം ഉണ്ട്. അതെല്ലാം തന്നെ ഇത്തവണ ഒരു വലിയ മാറ്റത്തിലേക്ക്, ഈ ഒരു ചരിത്രം കുറിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകും, വഴി തെളിയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമ്മൾ ഈ ഒരു ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ പോയിട്ടുണ്ട്.
വിവിധ ഇടങ്ങളിൽ അത്തരത്തിലുള്ള ഒരു പരിവർത്തനം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു മാറാത്തത് ഇനി മാറും എന്നുള്ള ഒരു ഉറച്ച ഒരു വിശ്വാസത്തിലാണ് NDA. അതോടൊപ്പം തന്നെ ഇടത് വലത് മുന്നണികളും ഇപ്പോൾ മത്സര രംഗത്ത് ശക്തമായി തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് മലപ്പുറം ഒരു ന്യൂനപക്ഷ ഭൂരിപക്ഷമായ ഒരു ജില്ല കൂടിയാണ്. മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ഒരു ജില്ല കൂടിയാണ് മലപ്പുറം ജില്ല. പക്ഷേ അത് കാലങ്ങളായി അവരുടെ ഒരു അധീശനത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല. പക്ഷേ അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു തിരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശക്തമായ ഒരു പ്രചാരണം തന്നെയാണ് ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന നിമിഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കലാശക്കൊട്ട് നാളെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. അതിനുശേഷം നാളെ നിശബ്ദ പ്രചാരണമാണ്. പിന്നീട് ഈ വടക്കൻ ജില്ലകൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കും. 13-ാം തീയതി വിധി നിർണ്ണയിക്കുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ. എന്തായാലും ശക്തമായ പ്രചാരണം തന്നെയാണ് എല്ലാ മുന്നണികളും ഈ ജില്ലയിലടക്കം എല്ലാ ഇടങ്ങളിലും വടക്കൻ ജില്ലകളിൽ എല്ലാ ഇടങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീലിമ, ശരി. മലപ്പുറത്തെ കാഴ്ചകളാണ് ശിവദാസ് കന്മനം പങ്കുവച്ചത്. ഇപ്പോൾ കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂരിൽ മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എന്തൊക്കെയാണ് അവിടുത്തെ കലാശക്കൊട്ടിലെ വിശേഷങ്ങൾ? എങ്ങനെ പുരോഗമിക്കുന്നു? രോഹിണി, വലിയ ആവേശത്തിൽ തന്നെയാണ് കണ്ണൂരിലും കലാശക്കൊട്ട് പുരോഗമിക്കുന്നത്. കണ്ണൂർ പ്രഭാത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് മുനീശ്വരൻ കോവിൽ പരിസരത്തേക്കാണ് ഇപ്പോൾ ഈ ഒരു കൊട്ടിക്കലാശം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഘോഷയാത്രയായി നേരെ ഈ മുനീശ്വരൻ കോവിൽ പരിസരത്തേക്ക് പോയ ശേഷം അവിടെയാണ് കൊട്ടിക്കലാശം സമാപിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇന്നത്തെ കൊട്ടിക്കലാശം